ഞങ്ങളിപ്പോൾ ഉള്ളത് ബ്രോഡ്വേയിലാണ്. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ ഇറങ്ങിയതാണേ. 2 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉച്ചതിരിഞ്ഞ്. തിരക്ക് ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക്, പേൾപ്പിനിൻ്റെ പുതിയ വീഡിയോയിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം. പൊന്നൂനും സ്റ്റാനിമോക്കും സ്റ്റീവൂട്ടനും സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിസ്മസ് പാപ്പയുടെ തൊപ്പിയും കണ്ണടയും പിന്നെ പൊന്നൂന് കൂളിംഗ് ഗ്ലാസും വേണം. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങണം, അതാണ് ഇന്നത്തെ ലക്ഷ്യം. കടകളിലേക്കൊന്നും കയറണില്ല, പുറത്ത് തന്നെ ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട്. വഴിയരികിൽ തന്നെ ഓരോരോ തട്ടുകൾ പോലെ ഇട്ടിട്ട് ഒത്തിരി കച്ചവടക്കാരുണ്ട്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു കടയിലുള്ള സാധനങ്ങളായിരിക്കില്ല അപ്പുറത്തെ കടയിൽ. ഇപ്പോൾ ക്രിസ്മസ് റീത്തുകൾ, ഗാർലൻസ്, ബൾബുകൾ, ക്രിസ്മസ് തൊപ്പികൾ, അതുപോലെ തന്നെ ഡ്രസ്സും ഇതിൻ്റെ ഇടയിൽ കൂടെ ഓരോ തട്ടുകളിലുണ്ട്. ഇത് ബലൂൺസ്, അതുപോലെ ഈ ഗാർലൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ക്രിസ്മസ് ട്രീകൾ. പല സ്ഥലത്തും ബൾബുകൾ അറിയാൻ വേണ്ടിയിട്ട് എല്ലാം തെളിച്ചിട്ടിരിക്കുകയാണ്. പകലാണേലും കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം തെളിച്ചിട്ടിട്ട്. അതുപോലെ ഈ പുൽക്കൂടുകൾ, പല തരത്തിലുള്ള പുൽക്കൂടുകൾ വച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ ഗ്രീൻ കളറിലെ ക്രിസ്മസ് ട്രീകളല്ലാണ്ട് ഇതുപോലെ ഈ മഞ്ഞ് പൊതഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ക്രിസ്മസ് ട്രീകൾ, പിന്നെ ക്രിസ്മസ് പാപ്പകൾ എത്ര വെറൈറ്റി ആണെന്നറിയാമോ. നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോരാൻ തോന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു മറ്റേ കടലാസ് പൂവിൻ്റെ ബൊഗെയിൻ വില്ലയുടെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ചെടി അവിടെ വെച്ചേക്കണേണ്ടത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ ഇങ്ങനെ ഈ മേത്തർ ബസാറിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അവർ ഫ്രണ്ടിൽ റീറ്റെയിലായിട്ട് ഇപ്പോൾ ഈ ഒരു സീസണിൽ റീറ്റെയിൽ ഇത് സെയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ കാണുന്നത്. ഈ ബൾബുകളൊക്കെ വളരെ ഒരുപാട് വിലയൊന്നുമില്ല, വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഈ ക്യാൻഡിൽ മോഡൽ ബൾബ്സൊക്കെ കിട്ടുന്നത്. അതുപോലെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറും തോറും നല്ല തിരക്കുമാണ്. ഒത്തിരി ഷോപ്പുകളും ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ അയ്യോ ഇത് ഞാൻ വാങ്ങിയില്ലല്ലോ, അയ്യോ ഇത് ഞാൻ കിട്ടിയില്ലല്ലോ, ഇതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് തോന്നണ രീതിയിൽ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് വാങ്ങിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചില കടകളുടെ പുറത്ത് ആൾക്കാർ നിൽക്കണം കേട്ടോ, വിളിച്ച് കയറ്റാനായിട്ട്. വിളിച്ചിട്ട് കയറേണ്ടി വരില്ല, നമ്മളല്ലാണ്ട് തന്നെ വാങ്ങിച്ച് പോകും. നമ്മുടെ കയ്യിലെ കാശിനും നമ്മുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് എന്ത് വേണമെന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് കേട്ടോ ബ്രോഡ്വേ മേത്തർ ബസാർ. കാശുള്ളവർക്കും കാശില്ലാത്തവർക്കും അഫോർഡബിളായിട്ടുള്ള ഒരു സ്ഥലമാണത്. അങ്ങനെ ഇന്നത്തെ ഈ തെരുവ് കാഴ്ചകൾ കാണലും കറങ്ങലും കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങണേ കേട്ടോ. അപ്പോഴേക്കും ക്ഷീണിച്ച് വെയിലൊക്കെ കൊണ്ട് തൊണ്ടയും ചുണ്ടൻ നാവൊക്കെ വരണ്ട് ഉണങ്ങി. അപ്പോൾ ജ്യൂസ് കഴിക്കാമെന്ന് കരുതി ഞങ്ങളൊരു ബേക്കറി കയറി ഷാർജ ഷേക്ക് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണേണ്. അപ്പോൾ സീമ വേഗം മുഖം കാണിക്കില്ല എന്ന് പറഞ്ഞ് മറച്ച് പിടിച്ചിട്ട് ഒളിഞ്ഞു നോക്കണുണ്ട്. പിന്നെ ഷേക്ക് വന്നു, ഞങ്ങൾ ഷേക്കും കുടിച്ച് അവിടെ നിന്ന് മടങ്ങി. ബായ്.